ഇപ്പഴെങ്ങനെയുണ്ട് മോളെ? നല്ല കുറവുണ്ട്. ഇതെന്താമേ, കഞ്ഞിയാണോ? വിഷൻ ഉറങ്ങുക അല്ല, വെറുതെ കിടക്കുക. അപ്പോട്ടാ വീക്കിലും കണ്ണടിങ്ങൾ. അമ്മ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ, വിഷന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട്. വേഗം സുഖമാകും. ഇതെന്താ? ഇത്ര കഞ്ഞിയാ. ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അപ്പക്കുട്ടനല്ലേ ഇവിടെ? അതെ. ആര്? യവനോ? യവൻ ചോറുണ്ടാക്കിയ തന്നെ കഞ്ഞിയാ. അപ്പൊ പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കൊച്ചമ്മേ, സംഗീതത്തിന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. ഈ മോഹനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഗാന്ധാരം ഇടയ്ക്ക് കയറി വന്നാൽ അത് കല്യാണിയായിട്ട് മാറും. ഈ മോഹനത്തിന്റെ ആരോഹണം എന്ന് പറയുന്നത് സരിഗ പദ സാദാ പഗരിസ. അപ്പക്കുട്ടാ, എന്തോ അപ്പൊ ഞങ്ങള് വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. നമുക്ക് പോകാം മോളെ. സർ, ഞാൻ പോട്ടെ. അധിക നേരം ഉറക്കളക്കാതെ നേരത്തെ കിടക്കണം. ഹലോ, ഞാനാ ശ്യാമ. കഞ്ഞി കുടിച്ചോ? കറിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ആകെ ഒരു ചമ്മന്തിയും പപ്പടവും. ആ, വൈകിട്ട് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചോ? എന്ത് ചോദിച്ചാലും ഒരു മൂളല്. എന്ത് പറ്റി സാറിന്? ഒന്നുമില്ല, ഞാൻ വേറെന്തോ ആലോചിച്ചിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. പിണക്കൊന്നുമില്ലല്ലോ? ഇല്ല. ഞാനങ്ങ് പേടിച്ചിരിക്കായിരുന്നു. ആ, നല്ല തണുപ്പുണ്ട്. രാത്രി പുറത്തെങ്ങും പോയി കിടന്നുകളയല്ലേ? ഇല്ല. ഗുഡ് നൈറ്റ്. അല്ല, ഇതാര് തോമാച്ചനോ? താൻ മരുന്ന് വഴിയാണ്? അല്ല, വിഷുവിനെ കണ്ടിട്ട് വരിക. വിശ്വൻ എങ്ങനെയുണ്ട്? പാനിയൊക്കെ പോയി. വാ. ഇരിക്കു തോമാച്ച. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചന്ദ്ര, ആകെ കുഴയും ഒന്നാ തോന്നുന്നത്. എന്തു പറ്റി? വിശ്വന് എന്റെ കൂടെ നാട്ടിൽ വരണമെന്നാ പറയുന്നത്. അതെന്താ ഇത്ര പെട്ടെന്ന്? അവൻ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ചെന്ന്. അതിനിടയ്ക്ക് ഒരു നശിച്ച പനി. നാട്ടിൽ വന്നാൽ അവന്റെ സ്വഭാവം മാറും, എഴുത്ത് നടക്കില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നെ കണ്ടതാ കുഴപ്പമായി. അതിന് വിശ്വനും തോമാച്ചനും തമ്മിലുള്ള ഇരിപ്പ് അങ്ങനെയാണല്ലോ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോഴാ എനിക്ക്. അല്ല, നീ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടിയാ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. ഈ വർഷത്തെ രഥോത്സവം നടത്തുന്നത് ഞങ്ങളാ. അമ്മയുടെ ഒരു നേർച്ചയാ. ആ, എന്നാ പോകുന്ന വഴിക്ക് നമുക്ക് വിശ്വനെ ഒന്ന് കണ്ടിട്ട് പോവാം. നീ പറഞ്ഞാ ചിലപ്പോ അവൻ കേൾക്കും. തോമാച്ചൻ പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം ഞാൻ പറഞ്ഞാ എങ്ങനെയാ കേൾക്കുന്നത്? അതല്ലടോ, ഈ രഥോത്സവം എന്നൊക്കെ പറയുമ്പോ വിശ്വൻ ചിലപ്പോൾ നിൽക്കും. നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെ രഥോത്സവമാണല്ലോ. അത് കാണാനുള്ള താല്പര്യം വിശ്വനും ഉണ്ടാകും. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ മതി. നോക്കാം. ഏതായാലും ആദ്യം എനിക്ക് അമ്പലത്തിലൊന്നും തല കാണിക്കണം. അതിന് ശേഷം അങ്ങോട്ട് പോവാ. ഓഹോ, എന്നാ വാ. സാറിന് ഞങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് ബോറടിച്ചോ? ഞാൻ പോടുമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടൊന്നുമല്ല. എന്തോ എനിക്കറിയില്ല, ആകെ കൂടെ വല്ലാത്തൊരു അസ്വസ്ഥത. ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ഒരു ചെറിയ പനി വന്നെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് ഫെഡപ്പായാലോ? ഇവിടെ നോക്കാൻ ആരുമില്ലെന്ന് ഓർത്താണെങ്കിൽ അവിടെ ചെന്നാലും ആരാണുള്ളത്? പോണമെന്ന് കൺഫേംഡ് ആയിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. രാവിലെ തോമാച്ചനെ കണ്ടപ്പോ അങ്ങനെ തോന്നി. പറയാൻ അവകാശമില്ലെന്നറിയാം, എന്നാലും പറയാണ്.
രഥോത്സവം കഴിയുന്നവരെങ്കിലും സാറ് പോകരുത്. ഉത്സവം നടക്കുമ്പോ അതെല്ലാം സാറിനെ കൊണ്ട് കാണിക്കണമെന്നൊരാശ. ഒന്നിനുമല്ല, വെറുതെ. ഞാൻ പറഞ്ഞില്ലേ ശ്യാമേ, പോണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പോകാതിരിക്കാനാണ് സാധ്യത. താങ്ക് യു. നീ ഒരു 2 ദിവസത്തേക്ക് ഒന്നും എഴുതണ്ട. അമ്പലത്തിൽ പോയി ആ രഥോത്സവത്തിന്റെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണും. നാട്ടിലേക്ക് മടങ്ങിപ്പോണമെന്നുള്ള നിന്റെ ആ ദുഷ്ടവിചാരം ഉണ്ടല്ലോ, അത് താനേ ഇല്ലാതായിക്കോളും. മാത്രമല്ല മറ്റന്നാളാ രഥോത്സവം, അത് കാണുകയും ചെയ്യാം. ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും ഒരു 3-4 മാസം ആവും. അപ്പോഴേക്ക് ഈ രഥോത്സവം സംഘടിപ്പിക്കാൻ പറ്റുമോ? പിന്നെന്താ, പക്ഷേ നല്ല കാശിലും വരും. ചെലവിന്റെ കാര്യം ഒന്നും നിങ്ങൾ അറിയണ്ട, അതെല്ലാം ഞാൻ ഏറ്റു. എങ്കിൽ പിന്നെന്താ, ഈസിയല്ലേ. അല്ല, ഇത് ദേവന്മാരുടെയും ദേവിമാരുടെയും കഥയാണോ? ഏയ്, സോഷ്യൽ സബ്ജക്റ്റാണ്. ഈ രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ഫാന്റസി പോലെ, അങ്ങനെ ഒരു കഥ. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. വേണ്ട, ഞാൻ സിനിമ വരുമ്പോ കണ്ടോളാം. കള്ളു തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇതൊരുമാതിരി ചതിവായി പോയല്ലോ. ചായ, അതും ഈ കൊടും തണുപ്പത്ത്. ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ദേ ഇവളുടെ ഐഡിയ. വാ, ഓരോ സ്മോള് കഴിക്കാം. ഞാനില്ല, എനിക്ക് ചായ മതി. പാവം ശ്യാമ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഞങ്ങളൊരൽപ്പം കഴിക്കുന്നതിന് വിരോധമില്ലല്ലോ. ഇല്ല. ആ, എങ്കിൽ വാ തോമച്ച. ശരി. പനിക്കാരൻ എന്താ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ആ തോമായും ചന്ദ്രനും കൂടെ വലിച്ചിട്ട് വന്നത്. തോമായിക്ക് ഭയങ്കര പേടി ഞാൻ കടന്നു കളയുമെന്ന്. എല്ലാ വർഷവും നിങ്ങളാണോ ഈ ഉത്സവം നടത്താറ്? അല്ല, ഈ വർഷം മാത്രം. അമ്മയുടെ ഒരു നേർച്ച. എന്താ കാര്യം? പറയാൻ പാടില്ലാത്ത വല്ല കാര്യമാണ്. ഈ ഉത്സവം നടന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സ് മാറും, വിവാഹം നടക്കുന്നൊക്കെ അമ്മയുടെ അച്ഛന്റെ വിശ്വാസം. ശ്യാമയുടെ വിശ്വാസം എന്താ? എന്തോ എനിക്കൊന്നും അറിയില്ല. സാറ് ഉത്സവം കഴിയാണ്ട് പോലല്ലോ? ഇല്ല, ഇത് ഭയങ്കര ബോറാണ് കേട്ടോ, ഈ സാറേ സാറേ എന്നുള്ള വിളി. പിന്നെന്ത് വിളിക്കും? വിശ്വേട്ടാന്ന് വിളിച്ചാൽ മതി. കൊള്ളാം. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ആര്? മരിച്ചുപോയി. രണ്ടു ദിവസത്തെ എഴുത്ത് മുടങ്ങിയൊന്നും സാരമില്ല. നാളെ മുതൽ വീണ്ടും എഴുതി തുടങ്ങാലോ. എഴുത്തിന് സ്പീഡ് കൂട്ടാൻ ഒരു പണി പറയട്ടെ? പറഞ്ഞു തന്നാ മതി, ഞാൻ എഴുതിക്കോളാം. രാവിലെ 8 മണിക്ക് ഞാൻ അവിടെ വരും. ഞാൻ വരാതെ പൊയ്ക്കളല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? എങ്കിൽ ഞാൻ വെച്ചേക്കാം. വിശ്വട്ടാ, ശ്യാമേ, നീ കാണിക്കുന്നൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ. വിശ്വന് ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ലേ. നമ്മൾ അയാൾക്കൊരു സ്വസ്ഥ കൊടുക്കേണ്ടതിന് പകരം നീ ഇങ്ങനെ രാവിലെയും വൈകുന്നേരം അയാളുടെ കൂടെ നടന്നും ഫോണും ഒക്കെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തിയാലോ? അതിന് ഞാൻ ഒരു ശല്യവും ചെയ്തില്ലല്ലോ. ആ, നീ ശല്യപ്പെടുത്താൻ ചെയ്യുന്നതല്ലായിരിക്കും, പക്ഷേ അയാൾക്കിതൊരു ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു? തെളിച്ചു പറഞ്ഞില്ല, അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നി. ആ, നീ പോയി കിടന്നുറങ്ങ.
വിശ്വേട്ടൻ റെഡിയായോ? സാറ് പോയി. എവിടേക്ക്? എവിടെ പോയിന്ന് ഒരു പിടിയില്ല. രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല. ഞാൻ വന്നാ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല.